ഇന്ന് നമ്മൾ പഠിക്കുന്നത് 3 ഫ്രേസസ് ആണ്. ഇത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് വളരെയധികം ആവശ്യം വരുന്നതാണ്. സാധാരണ നമ്മൾ പറയാറില്ലേ, ഓ ഏപ്രിൽ മാസം എന്തൊരു ചൂടാണ്, ഇനി മെയ് മാസത്തെ കാര്യം പറയാനുമില്ല. ഇതല്ലെങ്കിൽ ഓ അവൾക്ക് ഒരു വെള്ളം ബോയിൽ ചെയ്യാൻ പോലും അറിയില്ല, പിന്നെയാണോ ഒരു ഫുൾ മീൽ ഉണ്ടാക്കുന്നത്, ഇങ്ങനെയൊക്കെ പറയില്ലേ. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഫ്രേസസ് ആണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന ഫ്രേസസ്: നോട്ട് ടു സ്പീക്ക് ഓഫ്, വാട്ട് ടു സ്പീക്ക് ഓഫ്, നത്തിങ് ടു സ്പീക്ക് ഓഫ്. ആദ്യം നമുക്ക് നോട്ട് ടു സ്പീക്ക് ഓഫ് എവിടെ ഉപയോഗിക്കുമെന്ന് നോക്കാം. ഇതിൻ്റെ മീനിങ് നോട്ട് ടു മെൻഷൻ, അത് പറയാനും ഇല്ല എന്ന മീനിങ് ആണ്. നോട്ട് ടു സ്പീക്ക് ഓഫ്. ഹീ കുഡിൻറ്റ് അഫോർഡ് എ ബൈക്ക്. നോട്ട് ടു സ്പീക്ക് ഓഫ് എ കാർ. അവന് ഒരു ബൈക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റില്ല, അവനൊരു ബൈക്ക് പോലും വാങ്ങാനുള്ള പൈസ അവൻ്റെ കയ്യിലില്ല. നോട്ട് ടു സ്പീക്ക് ഓഫ് എ കാർ. അപ്പോൾ പിന്നെ കാറിൻ്റെ കാര്യം പറയാനുണ്ടോ? കാറിൻ്റെ കാര്യം പറയാനുമില്ല എന്നാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓഫ് എന്ന ഒരു പ്രപ്പോസിഷനാണ് അവസാനം ആ ഫ്രേസിൽ വരുന്നത്. ആ ഫ്രേസിൻ്റെ എൻഡിൽ വരുന്നത് ഓഫ് എന്നല്ലേ. അപ്പോൾ നമുക്ക് പിന്നീട് വരുന്നത് ഒരു നൗൺ അല്ലെങ്കിൽ ഒരു നൗൺ ഫ്രേസ് ആയിരിക്കണം. അതുമല്ലെങ്കിൽ നമുക്ക് ഒരു ജെറണ്ട് എന്ന് പറഞ്ഞാൽ വേർബിൽ നിന്നും ഉണ്ടാകുന്ന നൗൺ, അതും നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോട്ട് ടു സ്പീക്ക് ഓഫ് എ കാർ എന്നാണ്. അപ്പോൾ എ കാർ ഒരു നൗണാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അവൾക്ക് വെള്ളം തിളപ്പിക്കാൻ പോലും അറിയില്ല, ഒരു ഫുൾ മീൽ ഉണ്ടാക്കുന്ന കാര്യം പറയാനുമില്ല, അപ്പോൾ പിന്നെ അത് പറയേണ്ട കാര്യമില്ല എന്നാണ്. ഷീ കാൺട്ട് ഈവൻ ബോയിൽ വാട്ടർ. ഷീ കാൺട്ട് ഈവൻ ബോയിൽ വാട്ടർ. നോട്ട് ടു സ്പീക്ക് ഓഫ് കുക്കിംഗ് എ ഫുൾ മീൽ. നോട്ട് ടു സ്പീക്ക് ഓഫ് കുക്കിംഗ് എ ഫുൾ മീൽ. കുക്കിംഗ് എന്നത് അവിടെ ഒരു ജെറണ്ടാണ്. കുക്ക് എന്ന വേർബിൽ നിന്നുണ്ടാകുന്ന ING ഫോം ചേർത്ത് ഉണ്ടാകുന്ന വേർബൽ നൗൺ അല്ലെങ്കിൽ ജെറണ്ട്. അപ്പോൾ ഓഫ് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കിംഗ് ജെറണ്ടാണ് ഉപയോഗിച്ചത്. അവന് ഒരു ബൈക്ക് ഓടിക്കാൻ പോലും അറിയില്ല, ഒരു കാർ ഡ്രൈവ് ചെയ്യുന്ന കാര്യം പറയാനുമില്ല. ഹീ കാൺട്ട് ഈവൻ റൈഡ് എ ബൈക്ക്. നോട്ട് ടു സ്പീക്ക് ഓഫ് ഡ്രൈവിംഗ് എ കാർ. ഇനി ഇതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റിയ വേറൊരു ഫ്രേസാണ് വാട്ട് ടു സ്പീക്ക് ഓഫ്. എന്ത് പറയാൻ, അതിനെപ്പറ്റി പറയാനില്ല എന്ന മീനിങ്ങിലാണ് അത് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന് ബെഡിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല, അപ്പോൾ എന്തു പറയാൻ, നടത്തത്തെപ്പറ്റി എന്തു പറയാൻ, അപ്പോൾ അത് പറയാനില്ല എന്നതാണ്. ഹി കാൺട്ട് ഈവൻ റൈസ് ഫ്രം ബെഡ്. വാട്ട് ടു സ്പീക്ക് ഓഫ് വാക്കിംഗ്. എനിക്ക് ബുക്സ് വാങ്ങാൻ പോലും പൈസയില്ല, അപ്പോൾ ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങുന്ന കാര്യം എന്തു പറയാൻ. ഐ ഡോണ്ട് ഹാവ് മണി ടു ബൈ ബുക്സ്. വാട്ട് ടു സ്പീക്ക് ഓഫ് ബൈയിങ് എ ന്യൂ ലാപ്ടോപ്പ്. ഇനി ഒരു ഫ്രേസ് കൂടി നമ്മളിന്ന് പഠിക്കുന്നുണ്ട്, നത്തിങ് ടു സ്പീക്ക് ഓഫ്. നത്തിങ് ടു സ്പീക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നോട്ട് സിഗ്നിഫിക്കൻറ്റ്, നോട്ട് വർത്തി. അത് ഒട്ടും വളരെ നിസ്സാരമായി കരുതേണ്ട കാര്യമാണ്, അതൊട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ്. ഓൾമോസ്റ്റ് നത്തിങ്. ഇന്നലെ മഴയുണ്ടായിരുന്നു ലാസ്റ്റ് നൈറ്റ്, പക്ഷെ അതിനെപ്പറ്റിയൊന്നും പറയാനില്ല എന്ന് വെച്ചാൽ അത് അത്രയ്ക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. വളരെ ചെറിയൊരു മഴ, വളരെ ലൈറ്റായിട്ടുള്ള ഒരു റെയിനാണ് ഉണ്ടായിരുന്നത് എന്നാണ് അതിൻ്റെ മീനിങ്. ആ മഴ ഉണ്ടായിരുന്നെങ്കിൽ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. വി ഹാഡ് റെയിൻ ലാസ്റ്റ് നൈറ്റ് ബട്ട് നത്തിങ് ടു സ്പീക്ക് ഓഫ്. മീനിങ് ദ റെയിൻ വാസ് വെരി ലൈറ്റ്. ഹൗസിന് ഡാമേജ് സംഭവിച്ചു, പക്ഷെ അത് വളരെ നിസ്സാരം, അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, പറയാൻ വേണ്ട ഒന്നുമില്ല എന്ന് പറയില്ലേ. ദ ഡാമേജ് ടു ദ ഹൗസ് വാസ് നത്തിങ് ടു സ്പീക്ക് ഓഫ്, ജസ്റ്റ് എ സ്ക്രാച്ച്. വെറുതെ ഒരു സ്ക്രാച്ച് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല, വളരെ നിസ്സാരം, അതിന് പറയാൻ വേണ്ടും ഒന്നുമില്ല. ഹി ഹാസ് മെയ്ഡ് സം പ്രോഗ്രസ് ഓൺ ദ പ്രോജക്റ്റ് ബട്ട് നത്തിങ് ടു സ്പീക്ക് ഓഫ്. അവന് ആ പ്രോജക്റ്റിൽ കുറച്ചൊരു പ്രോഗ്രസ് വന്നിരുന്ന, പക്ഷേ പറയാൻ വീണ്ടും കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ നത്തിങ് ടു സ്പീക്ക് ഓഫ് മനസ്സിലായില്ലേ? ഈ 3 ഫ്രേസസും നിങ്ങൾ ഉപയോഗിക്കുക സംസാരിക്കുമ്പോഴൊക്കെ.